കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർവ് ലീനിയർ ട്രാൻസ്ലേഷൻ്റെ 1-2 പ്രോബ്ലംസ് ആയിരുന്നു നോക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സോ നമ്മൾ ടെക്സ്റ്റിനകത്തുള്ള ഒരുവിധം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോൾവ് ചെയ്യാത്തത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹോംവർക്ക് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ വേറൊരു സംഭവമാണ്. ഈ കർവ് ലീനിയർ മോഷൻ്റെ അകത്ത് തന്നെയുള്ള വേറൊരു തരം മോഷനാണ് മോഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ. സോ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പാർട്ടിക്കിൾ വിച്ച് ഇസ് പ്രൊജക്റ്റഡ് ഇൻ ടു സ്പേസ് അറ്റ് ആൻ ആംഗിൾ ടു ദ ഹൊറിസോണ്ടൽ ഈസ് കോൾഡ് എ പ്രൊജക്ടൈൽ. അതായത് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ എന്താ പറയുക, ഹൊറിസോണ്ടലായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ത്രോ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒബ്ജക്റ്റ്. സോ അതിൻ്റെ പാത്തിനെയാണ് പറയുന്നത് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ പാത്തിനല്ല, ആ ഒരു മോഷനെയാണ് പറയുന്നത് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പാത്ത് ട്രേസ്ഡ് ബൈ ദ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ട്രാജക്ടറി എന്നാണ് പറയുന്നത്. സോ ഇവിടെ നിന്ന് O എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ഒരു ചെറിയൊരു കല്ല് എറിയുന്നു വിചാരിക്കാം. സോ ആ പാത്തിനെയാണ് പറയുന്നത് ട്രാജക്ടറി എന്ന്. സോ ഈ മോഷനെയാണ് പറയുന്നത് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ വെലോസിറ്റി with which the projectile is projected into space is called velocity of projection. സോ ഈ O എന്നുള്ള പോയിൻ്റാണ് നമ്മുടെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിൽ നിന്നാണ് പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിന് ടാൻജൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ആ വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ അറ്റ് വിച്ച് ദ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. സോ ഈ ആൽഫയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ ഒരു കല്ല് ത്രോ ചെയ്യുമ്പോൾ അതിൻ്റെ മോഷനും ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ടോട്ടൽ ടൈം Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് Bയിലേക്ക് എത്തുന്ന ആ ഒരു ടോട്ടൽ ടൈം ഡ്യൂറിങ് വിച്ച് ദ പ്രൊജക്ടൈൽ ഈസ് ഇൻ മോഷൻ ഈസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടോട്ടൽ ടൈമിനെയാണ് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന്. ഓക്കെ, the horizontal distance between the point of projection and the point where the projectile strikes the ground is called range. അതായത് എവിടെ നിന്നാണോ നമ്മൾ പ്രൊജക്ടൈൽ എന്താ പറയുക മേലേക്ക് വിടുന്നത്, അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് വരെയുള്ളതിനെ പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് Oയിൽ നിന്നാണ് നമ്മൾ ഇത് എറിയുന്നത്, അതിങ്ങനെ വന്നിട്ട് ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് B ആണ്. അങ്ങനെയാണെങ്കിൽ Oയിൽ നിന്ന് Bയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദ പോയിന്റ് വെർ ദ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ മീറ്റ് ദ ട്രാജക്ടറി. സോ Oയിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് ഈ ട്രാജക്ടറിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് Oയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന്. സോ ഇതിനകത്ത് ഇത്രയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. പ്രൊജക്ടൈൽ എന്താണെന്നും പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്നും പറയാം, പിന്നെ ട്രാജക്ടറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, പിന്നെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റ്, അതുപോലെ തന്നെ റേഞ്ച് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച്. സോ ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് നോക്കേണ്ടതെന്ന് വെച്ചാൽ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. O ആണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. U എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആണ്, ആൻഡ് ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. OA എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് വെർട്ടിക്കലി ഇൻ ടു സ്പേസ്. അതായത് Oയിൽ നിന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു വെലോസിറ്റി Uയിൽ മേലേക്ക് പാർട്ടിക്കിൾ എറിയുന്നു. അത് കറക്റ്റ് വെർട്ടിക്കലായിട്ട് നേരെ മേലേക്ക് പോകുന്നു, B എന്നുള്ളൊരു പോയിന്റിലെത്തുന്നു, താഴേക്ക് വരുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്താ പറയുക, വെലോസിറ്റി U എന്നുള്ള വെലോസിറ്റിയിലാണ് ഇത് മേലേക്ക് ത്രോ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം എന്താ, ഇവിടെ നോക്കിയാൽ മതി, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരിക, കാരണം നേരെ മേലേക്കാണ് എറിയുന്നത്. ഓക്കെ, സോ ആൽഫ 90 ഡിഗ്രിയാണ്. ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എ സർട്ടൻ ഹൈറ്റ് h ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ദ റിലേഷൻ. സോ ഒരു പാർട്ടിക്കിൾ വെർട്ടിക്കലായിട്ട് മേലേക്ക് എറിയുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്താ പറയുക, ആക്സിലറേഷൻ റിലേഷൻ എന്താ വരിക, v² = u² - 2gh ആണ്. സോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടിക്കിൾ നേരെ മേലേക്ക് എറിയുകയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് v² = u² + 2ah എന്നുള്ള ഇക്വേഷൻ v² = u² - 2gh എന്ന് വരും. കാരണം എന്താ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇതിന് താഴേക്കാണ് വലിക്കുക. സോ ഡീസലറേഷനാണ് അവിടെ ഉണ്ടാകുന്നത്, ആ ഒരു പാർട്ടിക്കിളിന് ഡീസലറേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് u² - 2gh എന്ന് വരും. g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പാർട്ടിക്കിൾ നേരെ മേലേക്ക് എറിഞ്ഞു,
ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയുന്നു. വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി 0 ആയി മാറുന്നു. ഓക്കെ, സോ ആ ഹൈറ്റാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ആ പാർട്ടിക്കിളിന് എത്താൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ്. സോ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതവിടെ നിൽക്കും, ആ ഒരു പോയിന്റിൽ വരെ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് വീഴും. ഓക്കെ, സോ വെൻ h is equal to h max, v is equal to 0 ആയിരിക്കും. സോ വെലോസിറ്റി 0 ആയിരിക്കും മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് വരും? 0 is equal to u² minus 2g h max എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും h max equal to u² by 2g. ഓക്കെ, സോ അതാണ് മാക്സിമം ഹൈറ്റ് കണ്ടെയ്ൻ ചെയ്യാനുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിൾ നേരെ മേലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് h max equal to u² by 2g. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിലേഷനാണ്, ഇത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം ടു അറ്റൈൻ മാക്സിമം ഹൈറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ യൂസിങ് ദ റിലേഷൻ v is equal to u minus gt. സോ ഇവിടെയും അങ്ങനെയാണ്, v is equal to u plus at എന്നുള്ള ഇക്വേഷൻ v equal to u minus gt എന്ന് വരും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 equal to u minus gt1. ഓക്കെ, സോ t1 എന്നാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ t1 ആണ് ഇത് മേലേക്ക് എത്താനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ടൈം ടു അറ്റൈൻ മാക്സിമം ഹൈറ്റ് t1 is equal to u by g ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഇത് മേലേക്ക് എത്തുന്ന, ഇവിടെ 0യിൽ നിന്ന് ബിയിലേക്ക് എത്തുന്ന, ഓയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത് t1 ആണ്. പക്ഷേ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തിരിച്ചിട്ട് ആ പോയിന്റിൽ തന്നെ എത്തുന്ന ടൈമാണ്. അതായത് ഇവിടെ നിന്ന് ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് പിന്നെ തിരിച്ച് ഓയിലേക്ക് എത്തുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈ t1ൻ്റെ ഇരട്ടി ആയിരിക്കും. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് t is equal to 2t1 ആയിരിക്കും. അതായത് 2u by g എന്ന് വരും. ഓക്കെ, so since alpha is equal to 90 degree, the particle will come back to the point of projection after t seconds, and the range of particle is 0. അതായത് റേഞ്ച് എന്ന് പറയുന്നത്, സോ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നേരെ മേലേക്ക് എറിഞ്ഞിട്ട് താഴേക്ക് ആ പൊസിഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റേഞ്ചും ഹൊറിസോണ്ടൽ റേഞ്ചും ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഒരു പാർട്ടിക്കിൾ നേരെ മേലേക്ക് എറിഞ്ഞിട്ട് താഴേക്ക് വരും. സെക്കൻഡ് നമുക്ക് നോക്കാം. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്. അതായത് ഒരു പാർട്ടിക്കിളിനെ ഹൊറിസോണ്ടലി ആയിട്ട് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ എറിയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കൺസിഡർ ചെയ്യാം, പാർട്ടിക്കിൾ ത്രോൺ ഹൊറിസോണ്ടലി ഫ്രം എ പോയിന്റ് എ എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് ഒരു ചെറിയൊരു പാർട്ടിക്കിൾ ഹൊറിസോണ്ടലായിട്ട് എറിയുന്നു. ഓക്കെ, സോ അതുപോലെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആണ്. അതായത് എ എന്നുള്ള പോയിന്റിലുള്ളത് h എന്നുള്ള ഡിസ്റ്റൻസിലാണ്, അതായത് h എന്നുള്ള ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിലാണുള്ളത്. ഓയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ h ആണ്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഒരു സാധനത്തെ ത്രോ ചെയ്യുന്നത്. സോ ഇതിനെങ്ങനെയൊക്കെ മൂവ് ചെയ്യും? ഇത് ഹൊറിസോണ്ടലി മാത്രമാണോ മൂവ് ചെയ്യുക? ഇതിങ്ങനോട്ട് മാത്രമാണോ മൂവ് ചെയ്യുക? അല്ല, അത് താഴേക്ക് മൂവ് ചെയ്യും. സോ അതിനെന്ന് പറയുന്നത് 2 തരം വെലോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ 2 തരം മോഷൻ ഉണ്ടാവും. ഹൊറിസോണ്ടൽ മോഷൻ വിത്ത് വെലോസിറ്റി u, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി u. സോ വെലോസിറ്റി കൊണ്ട് ഒരു ഹൊറിസോണ്ടലായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡൗൺവേർഡ് മോഷൻ. എന്തുകൊണ്ടാണ് ഡൗൺവേർഡ് മോഷൻ ഉണ്ടാകുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നെ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലായിട്ടുണ്ടാകുന്ന വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം ഇത് മൂവ് ചെയ്യുന്നില്ല. പിന്നെ എന്ത് പറ്റും? ഇത് ത്രോ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ കൂടിക്കൂടി വരും, അല്ലെങ്കിൽ ഡീസിലറേഷൻ, അതായത് ഇതിൻ്റെ ആക്സിലറേഷൻ കൂടിക്കൂടി വരും. എന്ത് പറ്റും? ഇതിൻ്റെ താഴേക്കുള്ള ഈ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ കൂടിക്കൂടി വരും ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനീഷ്യലായിട്ടുണ്ടാകുന്ന വെർട്ടിക്കലി ഡൗൺവേർഡ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷൻ മാത്രം കൺസിഡർ ചെയ്യാം. അത് കൺസിഡർ ചെയ്താൽ എന്ത് വരും നോക്കാം. യൂസിങ് ദ ജനറൽ എക്സ്പ്രഷൻ h is equal to ut plus half gt² ആണ്. ഓക്കെ, സോ h ആണ് ഇവിടെ മേലേക്കുള്ള, അല്ലെങ്കിൽ ടോട്ടൽ, അതായത് നമ്മൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള വെർട്ടിക്കലി ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് h ആണ്. എയിൽ നിന്ന് പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള വെർട്ടിക്കലി ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ h ആണ്. സോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ut plus half gt² ആണ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി u into t plus half gt² ആണ്. സോ h is equal to ut എന്ന് പറയുന്നത്, u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഡൗൺവേർഡ്സ്, താഴേക്ക് ഉണ്ടാകുന്ന ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. 0 പ്ലസ് ഹാഫ് gt² ആണ്. ഓക്കെ, സോ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് t is equal to, അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് t is equal to സ്മോൾ ലെറ്റർ t is equal to √2h by g എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനകത്ത് തന്നെ നമ്മൾ ഈ വെർട്ടിക്കലി ഡൗൺവേർഡ് മൂവ് ചെയ്യുന്ന പോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് ഇതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, അല്ലേ? അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ആ റേഞ്ചാണ്
അതുപോലെ തന്നെ ഹൊറിസോണ്ടലി ആയിട്ടുള്ളതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ടൈം എന്ത് കിട്ടും, റേഞ്ച് എന്ത് കിട്ടും? റേഞ്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി മൾട്ടിപ്ലൈ ബൈ ടൈം ആണ്. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി മൾട്ടിപ്ലൈ ബൈ ടൈം ആണ്. കാരണം വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു u ഇൻറ്റു ടി ആണ്. സോ അങ്ങനെയാണെങ്കിൽ u മൾട്ടിപ്ലൈഡ് ബൈ ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, √2h/g. സോ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഒരു പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി ആയിട്ട് ഒരു വെലോസിറ്റിയിൽ താഴേക്ക് ത്രോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരെ ത്രോ ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് √2h/g ആയിരിക്കും. അതുപോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു u ഇൻറ്റു √2h/g ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷനും ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഓർമ്മിച്ച് പോകണം. നമുക്ക് നെക്സ്റ്റ് ഒരു സംഭവം കൺസിഡർ ചെയ്യാം. ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ഓൺ എ ലെവൽഡ് ഗ്രൗണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ മേലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. ഓയിൽ നിന്നുള്ള പോയിന്റിൽ നിന്നാണ് അതിനെ മൂവ് ചെയ്യിക്കുന്നത്. അതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. ഓക്കെ, സോ ആൽഫയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് O ആണ്. സോ ഇതിൻ്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്. സോ ഈ യുവിന് രണ്ട് കോമ്പണൻസ് ഉണ്ടാവും. അതായത് u കാരണം ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അത് ഹൊറിസോണ്ടലി ആയിട്ട് മൂവ് ചെയ്യും, വെർട്ടിക്കലി ആയിട്ട് മൂവ് ചെയ്യും. സോ ഹൊറിസോണ്ടലി ആയിട്ടുള്ള മോഷന് കാരണമായിട്ടുള്ള അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ u കോസ് ആൽഫയാണ്. വെർട്ടിക്കലായിട്ട് അപ്വേർഡ് ആയിട്ടുള്ളൊരു മോഷന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ്, അതാണ് u സൈൻ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ there is no force in the horizontal direction. Horizontal component of velocity എന്ന് പറയുന്നത് remains constant ആയിരിക്കും ത്രൂ ഔട്ട് ദ ഫ്ലൈറ്റ്. സോ ഈ ഡയറക്ഷനിൽ വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ എയർ റെസിസ്റ്റൻസ് ഒന്ന് റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറുന്നില്ല. ഓക്കെ, പക്ഷേ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് മാറും. കാരണം എന്ത് പറ്റി, ഇത് മേലേക്ക് മൂവ് ചെയ്യുന്നതിന് വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഡിക്രീസസ് ഡ്യൂ ടു ഗ്രാവിറ്റി ഫോഴ്സ്. സോ ഗ്രാവിറ്റി ഫോഴ്സ് താഴേക്ക് വലിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ the height of projectile from the ground h at a distance of at an instant of time t second is given by, അതായത് ഇവിടെ നിന്ന് മേലേക്ക് പോയി അപ്വേർഡ് ആയിട്ടുള്ള മോഷൻ കൺസിഡർ ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് h എത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് h is equal to ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എത്തിക്കൂടെ. സോ ഇവിടെ ut മൈനസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ut മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ u എന്ന് പറയുന്നത് അതിനെ വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഫോഴ്സാണ്, ഫോഴ്സ് കോമ്പണൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ u സൈൻ ആൽഫയാണ്. So u sin alpha t minus half into gt square, where u sin alpha is the initial velocity in the vertical direction. So initial velocity ആണ് u sin alpha എന്ന് പറയുന്നത് vertical directionൽ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഒരു പോയിന്റ് ആണ് പി എക്സ് വൈ. സോ പിൻ്റെ കോർഡിനേറ്റ്സ് ആണ് പി എക്സ് വൈ എന്ന് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ്, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ്. ഓക്കെ, സോ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തത്, ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ് എന്താ വരിക, ഈ എക്സ് എന്ന് പറയുന്നതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ് എങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി മൾട്ടിപ്ലൈ ബൈ ടൈം ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി മൾട്ടിപ്ലൈ ബൈ ടൈം ആണ്. സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, യു കോസ് ആൽഫയാണ് മൾട്ടിപ്ലൈ ബൈ ടൈം ടി. സോ ടി ഇസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് ആൽഫ എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. സോ നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് h is equal to u sin alpha t minus half gt square ആണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് y ആണ്. സോ y is equal to u sin alpha t minus half gt square എന്ന് എഴുതാൻ പറ്റും. സോ ഇതിനകത്ത് ടിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, x by u cos alpha. എന്ത് കിട്ടുന്നതിന് മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് t ഫ്രം ഇക്വേഷൻ 1, y is equal to u sin alpha multiplied by x by u cos alpha minus 1/2 into g into x by u cos alpha all square. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫയാണ്, യുവും യുവും ക്യാൻസൽ ആയി പോയി. സോ എക്സ് ടാൻ ആൽഫ മൈനസ് 1/2 ഇൻറ്റു ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. സോ ഈ ഇക്വേഷനകത്ത് എക്സിൻ്റെയും വൈൻ്റെയും ഒരു റിലേഷൻ നമുക്ക് കിട്ടി. സോ ഈ റിലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇക്വേഷൻ ഓഫ് പരാബോള. ഓക്കെ, ഇക്വേഷൻ്റെ പരാബോള എന്താണെന്ന് നോക്കണ്ട, ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് പരാബോളയാണ്. സോ അതുകൊണ്ട് തന്നെ ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ എപ്പോഴും പരാബോളിക് ആയിരിക്കും. അതായത് ഒരു പാർട്ടിക്കിൾ ഒരു ഇൻക്ലിനേഷനിൽ ആൽഫയിൽ മേലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്ന പാത്ത് എന്ന് പറയുന്നത് പരാബോളിക് ആയിരിക്കും. സോ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് +2 ലെവലിൽ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ലെവലിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും.
സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ചിലപ്പം പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരാബോളിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് എഴുതേണ്ടി വരും. ഓക്കെ, സോ നെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്. സോ എപ്പോഴാണ് മാക്സിമം ഹൈറ്റിലെത്തുക? അത് മേലേക്ക് ഇത് മൂവ് ചെയ്തിട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആകുമ്പോഴാണ് മാക്സിമം ഹൈറ്റിലെത്തുക. അതായത് ഫൈനൽ വെലോസിറ്റി 0 ആകുമ്പോഴാണ് മാക്സിമം ഹൈറ്റിലെത്തുക. സോ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് u sin alpha. സോ അറ്റ് മാക്സിമം ഹൈറ്റ് ദ വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് 0. അതായത് h is equal to h max ആകുമ്പോൾ v എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ v square is equal to u square plus 2as അല്ലെങ്കിൽ v square is equal to u square minus 2gh. അതായത് മേലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു u sin alpha സ്ക്വയർ മൈനസ് 2g h max എന്ന് വരും. സോ ഇതിനകത്ത് നമുക്ക് h max is equal to u square sin square alpha by 2g എന്ന് കിട്ടും. ഇതും നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. h maximum height is equal to u square sin square alpha by 2g ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ ദ ടൈം ടു അറ്റൈൻ മാക്സിമം ഹൈറ്റ്. നമുക്കറിയാം v is equal to u minus gt ആണ്. മാക്സിമം ഹൈറ്റ് എത്താനുള്ള ടൈം എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ v is equal to u minus gt ആണ്. അങ്ങനെയാകുമ്പോൾ 0 v എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇറ്റ് is equal to u sin alpha minus gt ആണ്. അല്ലെങ്കിൽ t is equal to u sin alpha by g ആണ്. ഓക്കെ, സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? t is equal to 2t ആണ്. സോ ഇത് മേലേക്ക് പോയിട്ട് താഴേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ മേലേക്ക് എത്താനുള്ള ടൈമിൻ്റെ ഇരട്ടി ആയിരിക്കും ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. So time is equal to 2t ആണ്, which is equal to 2 into u sin alpha by g, or t is equal to 2u sin alpha by g എന്ന് വരും. So this is the time of flight, total time of flight in a projectile motion. So this is the maximum height attained in a projectile motion. So next എന്ന് പറഞ്ഞാൽ expression for horizontal range. So horizontal range എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നു ഈ ഒരു ഡിസ്റ്റൻസ് ആണ് horizontal range എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ? സോ ഹൊറിസോണ്ടലി ഇത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. സോ ഹൊറിസോണ്ടലി ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് u cos alpha ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി മൾട്ടിപ്ലൈ ബൈ ടൈം ആണ്. സോ 2t ആണ് ടോട്ടൽ ടൈം. ഹൊറിസോണ്ടലി ഈ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 2t ആണ്. സോ അങ്ങനെയാണെങ്കിൽ r is equal to u cos alpha മൾട്ടിപ്ലൈ ബൈ 2t എന്ന് കിട്ടും. സോ ഇതിനകത്ത് 2tയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2u sin alpha by g എന്ന് കിട്ടും. സോ 2u cos alpha മൾട്ടിപ്ലൈ ബൈ u sin alpha by g എന്ന് കിട്ടും. അതിനെന്ത് കിട്ടും? u സ്ക്വയർ ഇൻറ്റു 2 sin alpha cos alpha എന്ന് കിട്ടും. സോ 2 sin alpha cos alpha എന്ന് പറഞ്ഞാൽ sin 2 alpha ആണ്. സോ u square by g into sin 2 alpha എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഫോർ എ പ്രൊജക്ടൈൽ മോഷൻ. സോ ഇക്വേഷൻ മൂന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ, ടോട്ടൽ വെർട്ടിക്കൽ ഹൈറ്റിൻ്റെ എച്ച് മാക്സിൻ്റെ റിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. An aeroplane is flying at a height of 200 meter with a horizontal velocity of 70 meter per second. A shot is fired from a gun from the ground when the aeroplane is exactly above the gun. What should be the minimum initial velocity of the shot and the angle of elevation in order to hit the aeroplane? So എന്താ ചോദിച്ചിട്ടുള്ളതിനകത്ത് എയറോപ്ലെയിന് ഫ്ലൈ ചെയ്യുന്നു മേലേക്ക്. ഓക്കെ, 200 മീറ്റർ എബോവ് ആണ് ഗ്രൗണ്ടിൽ നിന്ന്. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് 70 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ അതേസമയം തന്നെ ഈ എയറോപ്ലെയിൻ കറക്റ്റ് അയാളുടെ മേലെ ഉണ്ടാകുമ്പോൾ, കറക്റ്റ് തലേൻ്റെ മുകളിൽ ഉണ്ടാകുമ്പോൾ ഒരു ഗണ്ണ് ഫയർ ചെയ്യുന്നു അല്ലേ? ഗൺ വിത്ത് ഗ്രൗണ്ട് വെൻ ദ എയറോപ്ലെയിൻ ഇസ് എക്സാക്ട്ലി അബവ് ദ ഗൺ. വാട്ട് ഷുഡ് ബി ദ മിനിമം ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഷോട്ട് ആൻഡ് ദ ആംഗിൾ ഓഫ് ഇലവേഷൻ ഇൻ ഓർഡർ ടു ഹിറ്റ് ദ എയറോപ്ലെയിൻ. സോ ഈ ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ ആ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ എയറോപ്ലെയിനിൽ ഹിറ്റ് ചെയ്യണം. സോ ഈ ടൈമാണ് ചോദിക്കുന്നത്, എപ്പോഴാണ് ഇത് ഹിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. So let UA be the velocity of plane and US be the velocity of the projection of shot at an angle of projection alpha. So ഷോട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ നമ്മുടെ ഷോട്ട് മേലേക്ക് ഫയർ ചെയ്തു, അത് ഈ എയറോപ്ലെയിനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എയറോപ്ലെയിന് ഹൊറിസോണ്ടലി ആയിട്ടുള്ള മൂവ് ചെയ്ത ഡിസ്റ്റൻസും ഈ ഷോട്ട് ഹൊറിസോണ്ടലി ആയിട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസും സെയിം ആണ്. അതായത് SA എന്ന് പറയുന്നത് SS ആയിരിക്കും. SS എന്ന് പറയുന്നത് ഷോട്ട് ഹൊറിസോണ്ടലി ആയിട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, SA എന്ന് പറയുന്നത് എയറോപ്ലെയിൻ ഹൊറിസോണ്ടലി ആയിട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. സോ ഇത് രണ്ടും സെയിം ആയിരിക്കും ഈ ബുള്ളറ്റ് ഈ പ്ലെയിനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ. സോ അങ്ങനെയാണെങ്കിൽ when the shot hits the plane, the aeroplane, the horizontal distance traveled by the shot and the plane will be same. സോ SA എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സോ UA മൾട്ടിപ്ലൈ ബൈ T ആണ്. സോ വെലോസിറ്റി ഓഫ് എയറോപ്ലെയിൻ മൾട്ടിപ്ലൈ ബൈ ടൈം ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എയറോപ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെലോസിറ്റി അല്ല ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ്
ദി ഷോട്ട് അല്ലെങ്കിൽ ഈ ബുള്ളറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ടൈമാണ് നമ്മുടെ എന്താ പറയുക ഈ ബുള്ളറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യു എസ് കോസ് ആൽഫയാണ്. ഈ യു എസ് ആണ് ഈ ഒരു ആൽഫയിലാണ് ഇത് യു എസ് ആണ് ഈ ഇതെങ്കിൽ ഇതെന്ന് പറയുന്നത് യു എസ് കോസ് ആൽഫ ആയിരിക്കും. ഹൊറിസോണ്ടലായിട്ട് അതിനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് യു എസ് കോസ് ആൽഫ ആയിരിക്കും. സോ യു എസ് കോസ് ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ ടി ആണ് അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എസ് എസ് എന്ന് പറയുന്നത്. സോ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എസ് എ ഇസ് ഇക്വൽ ടു എസ് എസ് ആണ്. അതായത് യു എ ഇൻറ്റു ടി ഇസ് ഇക്വൽ ടു യു എസ് കോസ് ആൽഫ മൾട്ടിപ്ലൈഡ് ടി ആണ്. ചെയ്ത് കഴിഞ്ഞാൽ യു എ ഇസ് ഇക്വൽ ടു യു എസ് കോസ് ആൽഫ എന്ന് കിട്ടും. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് യു എസ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് ഗോ അപ് ടു എ ഹൈറ്റ് ഓഫ് 200 മീറ്റർ. സോ വെർട്ടിക്കലായിട്ടുള്ള കോമ്പണൻറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടുള്ള ഇതിൻ്റെ യു എസിൻ്റെ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ യു എസ് സൈൻ ആൽഫയാണ്. സോ യു എസ് സൈൻ ആൽഫ കൊണ്ട് തന്നെ ഇത് മാക്സിമം ഹൈറ്റിലെത്തും. സോ അങ്ങനെയാണെങ്കിൽ ഈ ബുള്ളറ്റ് മേലെ തട്ടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമുക്ക് ഇക്വേഷൻ നോക്കാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. അതായത് ഫൈനൽ വെലോസിറ്റി ഇതാണ് വി എന്ന് പറയുന്നത്, അത് 0 ആയിരിക്കും. എയറോപ്ലെയിനിൽ മുട്ടുമ്പോൾ മേലേക്കുള്ള ഫൈനൽ വെലോസിറ്റി നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു എസ് സൈൻ ആൽഫയാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെലോസിറ്റി 0 ആയി പോകും. സോ വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 ഈക്വൽ ടു യു എസ് സൈൻ ആൽഫ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി ഇൻറ്റു 200 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു എസ് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 62.64 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. സോ യു എസ് സൈൻ ആൽഫ ബൈ യു എസ് കോസ് ആൽഫ എന്ത് വരും? യു എസ് കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ യു എ ആണ്. സോ യു എ എന്ന് പറയുന്നത് എത്ര? ഹൊറിസോണ്ടൽ വെലോസിറ്റി എയർപ്ലെയിനിൻ്റെ 70 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ യു എസ് സൈൻ ആൽഫ ബൈ യു എസ് കോസ് ആൽഫ എന്ന് പറയുന്നത് വരും 62.64 ബൈ 70 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.895 എന്ന് കിട്ടും. സോ ടാൻ ആൽഫ എന്ന് പറയുന്നത് 0.895 ആണ്. സോ ആൽഫ ഇസ് ഈക്വൽ ടു 41.82 ഡിഗ്രി എന്ന് കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം യു എ ഇസ് ഈക്വൽ ടു യു എസ് കോസ് ആൽഫയാണ്. സോ യു എ നമുക്കറിയാം 70, യു എസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. യു എസ് കോസ് ആൽഫ കിട്ടി 41.82 ആണ്. സോ അതിൻ്റെ അകത്ത് നമുക്ക് യു എസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ 93.93 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും യു എസിൻ്റെ വാല്യൂ. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ഇത്. ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, സോ ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ അടുത്തൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. എ പാർട്ടിക്കിൾ ഇസ് പ്രൊജക്റ്റഡ് വിത്ത് എ ഗിവൺ വെലോസിറ്റി u at an angle of elevation alpha from the origin. It passes through 2 points 15, 8 and 49 on its path. Find the greatest height reached by the particle and its range. Okay, സോ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്, അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. ഓക്കെ, ഒറിജിനായിട്ടുണ്ടാകുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൽഫയാണ്. സോ ഇത് 2 പോയിന്റിൽ പാസ് ചെയ്ത് പോകുന്നു, 15 8 പിന്നെ 49. ഓക്കെ, സോ ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് റേഞ്ച്. എത്ര മാക്സിമം ഹൈറ്റ് എത്രയാണ് പോവുക, അതായത് എച്ച് മാക്സ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അതുപോലെ തന്നെ റേഞ്ചും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് മൂവ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഒരു പരാബോളിക് ആയിരിക്കും. സോ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദ ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി എന്ന് പറയുന്നത് y is equal to x tan alpha minus 1/2g x square by u square cos square alpha. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടി വരും എന്തായാലും. ഓക്കെ, ഇക്വേഷൻ നമ്പർ ഓർത്ത് വെക്കണം എന്തായാലും. അത് ഇക്വേഷൻ ഓഫ് പരാബോളയാണ് ഇത് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി ആണിത്. സോ വൈയും എക്സും ആയിട്ടുള്ള റിലേഷനാണിത്. ഇതിനകത്ത് നമ്മൾ 2 പോയിന്റ് തന്നിട്ടുണ്ട്, 15 8 40 9. സോ ഫസ്റ്റ് നമ്മൾ 15 8 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x1 y1 ആയിട്ട് 15 8 കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടും? 8 is equal to 15 tan alpha minus 1/2 into 9.81 multiplied by 15 square divided by u square cos square alpha എന്ന് കിട്ടും. സോ 15 tan alpha minus 8 equal to 1/2 into 9.81 multiplied by 15 square divided by u square cos square alpha എന്ന് കിട്ടും. സോ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 40 9 ചെയ്തെന്ത് കിട്ടും? 9 is equal to 40 tan alpha minus 1/2 into 9.81 multiplied by 40 square divided by u square cos square alpha എന്ന് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അതിന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 40 tan alpha minus 9 equal to 1/2 into 9.81 multiplied by 40 square divided by u square cos square alpha എന്ന് കിട്ടും. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. സോ ഇക്വേഷൻ നമ്പർ 2/1 ചെയ്താൽ എന്ത് കിട്ടും?
40 tan alpha minus 9 by 15 tan alpha minus 8 is equal to 40 square by 15 square എന്ന് കിട്ടും. ഇതിനകത്ത് ആൽഫയാണ് നമ്മുടെ അൺനോൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ കിട്ടും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 40 tan alpha minus 9 ഈക്വൽ ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ 7.11 കിട്ടും, മൾട്ടിപ്ലൈഡ് ബൈ 15 tan alpha minus 8 എന്ന് കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 106.65 tan alpha minus 56.88 എന്ന് കിട്ടും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 66.65 tan alpha is equal to 47.88 എന്ന് കിട്ടും. സോ എന്താന്ന് പറഞ്ഞ് tan alpha is equal to ഇത് ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 0.72 എന്ന് കിട്ടും. സോ ആൽഫ എന്ന് പറയുന്നത് 35.75 ഡിഗ്രി എന്ന് കിട്ടും. സോ വൺസ് ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ നമ്പർ, അതായത് 15 tan alpha minus 8 ഈ ഇക്വേഷൻ നമ്പർ 1 അതിനകത്ത് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15 tan 35.75 minus 8 is equal to 1/2 into 9.81 multiplied by 15 square divided by u square cos square 35.75. സോ ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് u ആണ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ കിട്ടും. u is equal to 24.47 meter per second എന്ന് കിട്ടും. ഓക്കെ, സോ u കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഹൈറ്റ് എച്ച് മാക്സ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എച്ച് മാക്സ് is equal to u square sin square alpha by 2g ആണ്. ഇതിനകത്ത് ആൽഫ കണ്ടുപിടിച്ചിട്ടുണ്ട്, യു കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 24.47 സ്ക്വയർ സൈൻ സ്ക്വയർ 35.75 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.81 കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 100.42 മീറ്റർ എന്ന് കിട്ടും. അതാണ് മാക്സിമം ഹൈറ്റ് അത് പോകുന്നത്. അപ്പോൾ തന്നെ റേഞ്ച് എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 35.75 ബൈ 9.81 is equal to 57.88 മീറ്റർ എന്ന് കിട്ടി. സോ ഈ മോഡ്യൂളിനകത്ത് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ഡൈനാമിക്സിനകത്ത് ചോദിക്കുന്നത്. അതിൽ തന്നെ കർവ്ലിനിയർ ട്രാൻസ്ലേഷനും എന്ന് പറയുന്നത് ഈ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. റെക്ടിലിനിയർ ആയാലും കർവ്ലിനിയർ ആയാലും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജനറൽ ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. വേറെ അതിനകത്ത് കോംപ്ലിക്കേറ്റ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊജക്ടൈൽ മോഷൻ ആണെങ്കിൽ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, അതിൻ്റെയൊക്കെ ഇക്വേഷൻ നമ്മൾ ഓരോ കേസിലും ഓർത്ത് വയ്ക്കണം. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.